Our hearts beat to the city street. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ വ്ളോഗ് കണ്ടാലോ? കൂടുതലായിട്ട് ഞാൻ ഇതിൽ വോയിസ് ഓവർ ഒന്നും ചെയ്യുന്നില്ല, വീഡിയോ അതേപോലെ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇത് ഞങ്ങളുടെ അത്തപ്പൂക്കളമാണ്. തിരുവാതിരക്കളിയും ഓണക്കളികളുമായിട്ട് നല്ല മനോഹരമായി അടിച്ചു പൊളിച്ച് ആഘോഷിച്ച ഒരു ഓണം സെലിബ്രേഷനാണ് ഞങ്ങളുടേത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ ജീവിതത്തിൽ ആദ്യമായി തിരുവാതിര കളിക്കാനായിട്ട് ഈ തിരുവാതിര കളിയിൽ ഞാനുമുണ്ട്.
ഞങ്ങളുടെ തിരുവാതിരക്കളി കഴിഞ്ഞു. തിരുവാതിരക്കളിക്ക് മുമ്പ് നടത്തിയ പ്രോഗ്രാമാണ് മിഠായി പെറുക്കൽ. അപ്പം നമുക്ക് കുട്ടികളുടെ മിഠായി പെറുക്കൽ കോമ്പറ്റീഷൻ കാണാം. ആരെ എണ്ണുന്നത്? മിഠായി പെറുക്കൽ കോമ്പറ്റീഷൻ്റെ ഇടയിൽ കൊച്ചുകുട്ടികൾ മിഠായിയൊക്കെ പെറുക്കിയത് കഴിക്കുന്നൊക്കെയുണ്ട്. മിന്നുവിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ മിന്നു അവിടെ അങ്ങ് ഒറ്റ നിപ്പായിരുന്നു. പിന്നെ അവസാനം ഉണ്ണിമാമൻ മിന്നുവിൻ്റെ പ്ലേറ്റിലേക്ക് ഒരു മിഠായി വെച്ചു കൊടുത്തു. To the city streets, we began to feel the fire. മോനൂട്ടനാണെങ്കിൽ ഒറ്റയടിക്ക് 4-5 മിഠായിയാണ് പെറുക്കിക്കൊണ്ട് പാത്രത്തിലിടുന്നത്. പിള്ളേരുടെ കളികളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. നമ്മളങ്ങ് ചിരിച്ച് ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരെങ്കിൽ ഇതങ്ങ് ആസ്വദിച്ചിരിക്കും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് പിള്ളേരുടെ കളി കാണാനും ഒക്കെ ഉണ്ടായിരുന്നത്. മിഠായി പെറുക്കൽ കോമ്പറ്റീഷൻ്റെ ഹീറ്റ്സൊക്കെ കഴിഞ്ഞ് ഇത് ഫൈനലാണ്. ഫൈനലിൽ നമ്മുടെ മോനൂട്ടനും ഉണ്ട്. മോനൂട്ടൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോനൂട്ടൻ 20 20 19 മിഠായി പെറുക്കി. മോനൂട്ടൻ്റെ പെറുക്കിലുണ്ടോ മിഠായി പെറുക്കിയിരുന്നു. പക്ഷേ ഉണ്ണികളുടെ കൂട്ടത്തിൽ വലിയവർ 22ഉം 25ഉം നമ്പേഴ്സ് പെറുക്കിയത് കൊണ്ട് മോനൂട്ടന് അതിന് സമ്മാനമൊന്നും കിട്ടിയില്ല. അതിനുശേഷം ബലൂൺ പൊട്ടിക്കൽ കോമ്പറ്റീഷൻ ആയിരുന്നു. ഇതും വളരെ മനോഹരമായിരുന്നു, കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സോങ് പ്ലേ ചെയ്യുന്നുള്ളത് കൊണ്ട് ഒന്നിനും എനിക്ക് അതേ രീതിയിൽ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെല്ലാം എൻ്റേതായ വോയിസ് ഓവർ കൊടുക്കുന്നത്. Our hearts beat to the city streets, we began to feel the fire. We rise like tall buildings as the chemicals that take us higher. The night's young. അതിനുശേഷം കൊച്ചുകുട്ടികളുടെ ആനയ്ക്ക് വാല് വരയ്ക്കൽ എന്ന കോമ്പറ്റീഷൻ ആയിരുന്നു. കുട്ടികൾ ആനയ്ക്ക് കൊമ്പും പിന്നെ ആനയുടെ ദേഹത്ത് വാല് വരയ്ക്കലും അങ്ങനെ പല പല രീതിയിൽ വരച്ചു. അവസാനം ഒരു കുട്ടി വന്നിട്ട് കൃത്യമായിട്ട് ആനയ്ക്ക് വാല് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആനയ്ക്ക് വാല് വരച്ച് അവസാനം അത് ആനമുട്ടയാക്കി വെച്ചിട്ടാണ് പോയത്. നല്ല രസമാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ. അതുപോലെ എല്ലാ കോമ്പറ്റീഷനും ഫസ്റ്റും സെക്കൻഡും വരുന്നവർക്ക് സമ്മാനവും ഉണ്ട്. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts run. ആനയ്ക്ക് വാലുവരയ്ക്കൽ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ലേഡീസിൻ്റെ സുന്ദരിക്ക് പൊട്ടുതൊടൽ കോമ്പറ്റീഷൻ ആയിരുന്നു. സുന്ദരിക്ക് പൊട്ട് സുന്ദരിയുടെ നെറ്റിയിലല്ലാതെ കണ്ണിൻ്റെ മുകളിലും തലയിലും അങ്ങനെ പല ഭാഗത്തും കൊണ്ടുവന്ന് സുന്ദരിക്ക് പൊട്ടൊക്കെ തൊടുന്നുണ്ട്. ഞാൻ കൃത്യമായിട്ട് സുന്ദരിയുടെ കണ്ണിലാണ് പൊട്ട് തൊട്ടത്. Speed to the city streets, we began to feel the fire. We rise like tall buildings as the chemicals that take us higher. The night's young and it's just begun.
as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. It laughs so loud as the hours pass. ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരാൾ കൃത്യമായിട്ട് സുന്ദരിയുടെ നെറ്റിയിൽ കൊണ്ടുവന്ന് പൊട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. എൻ്റെ ടേൺ ഓവർ എത്തി. ഞാൻ വന്നു സുന്ദരിയുടെ കണ്ണിൻ്റെ മുകളിൽ ഒരു പൊട്ട് തൊട്ട് കൊടുത്തു. She puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. It laughs so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be, we're gonna be two hearts running wild. ലേഡീസിൻ്റെ ടേൺ ഓവർ കഴിഞ്ഞപ്പോഴത്തേക്ക് ജെൻസിൻ്റെ ടേൺ ഓവറായി. ജെൻസ് സുന്ദരിക്ക് പൊട്ട് തൊടാനായിട്ട് കൃത്യമായിട്ട് ചിലരിതിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് ആ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേപ്പറിൽ കൃത്യമായിട്ട് അളവൊക്കെ എടുത്തിട്ട് വന്ന് പൊട്ട് തൊടുന്നവരൊക്കെ ഉണ്ട്. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be, we're gonna be two hearts running wild. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna
hearts running wild. ജെൻസിൻ്റെ സുന്ദരിക്ക് പൊട്ടുതൊടലിന് ഫസ്റ്റ് വന്നത് ഹരിസാറാണ്. കൃത്യമായിട്ട് പൊട്ട് സുന്ദരിക്ക് വെച്ചു കൊടുത്തു. എങ്ങനെ സാധിച്ചു എന്നറിയില്ല. അതിനുശേഷം ബിസ്ക്കറ്റ് കഴിക്കൽ കോമ്പറ്റീഷനായിരുന്നു. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസ്ക്കറ്റ് നമ്മുടെ നെറ്റിയിൽ വെച്ച് തരും. ബിസ്ക്കറ്റ് നമ്മുടെ നെറ്റിയിൽ വെച്ച് തരും. നമ്മളത് കൈയൊന്നും ഉപയോഗിക്കാതെ എങ്ങനെയും വായിൽ കൊണ്ടുവന്ന് നമ്മൾ ആ ബിസ്ക്കറ്റ് കഴിക്കണം. അതാണ് കോമ്പറ്റീഷൻ. ഇനി നമുക്ക് കോമ്പറ്റീഷനിലേക്ക് കടക്കാം. അതിനുശേഷം ജെൻസിൻ്റെ ബിസ്ക്കറ്റ് കഴിക്കൽ കോമ്പറ്റീഷനായിരുന്നു. നല്ല ഭംഗിയാണ് അവരുടെ മുഖത്തെ ഓരോ ഭാവങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് നല്ല ആസ്വദിച്ച് നിന്ന് ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു കോമ്പറ്റീഷൻ. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. ബിസ്ക്കറ്റ് കഴിക്കൽ കോമ്പറ്റീഷന് ശേഷം കുട്ടികളുടെ മ്യൂസിക്കൽ ചെയർ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കസാരകളി. ഇതിൻ്റെ എല്ലാം പുറകിൽ നല്ല മനോഹരമായ മ്യൂസിക് പ്ലേ ആവുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, കോപ്പിറൈറ്റ് ഇഷ്യൂ, അതുകൊണ്ടാണ് ഞാൻ അത് ഇവിടെ ഇടാത്തത്. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. കുട്ടികളുടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലേഡീസിൻ്റെ മ്യൂസിക്കൽ ചെയർ, അതായത് കസേരകളിയായിരുന്നു. ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായിപ്പോയി. നടുക്ക് നിൽക്കുന്ന ചേട്ടന്മാർ ആസ്വദിച്ചിരുന്ന് പാട്ടിനൊത്ത് ഡാൻസ് കളിക്കുന്നുണ്ട്.
ലേഡീസിന് ശേഷം ജെൻസിൻ്റെ കസേരകളി. നല്ല രസമാണ് കണ്ടിട്ടിരിക്കാൻ. അവസാനം ഭയങ്കര ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിലേക്ക് പോയി. As the chemicals they take us higher, the night's young and it's just. കസേരകളിക്ക് തോക്കുന്നവരെ ട്രോളാനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നോ, ഇവിടെ ചെയറുണ്ട്, ഈ ചെയറിലാണെങ്കിലും നമുക്കിരിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഉണ്ണിമാമൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുന്നു. ഉണ്ണിമാമൻ മാത്രമല്ല, എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലാണ് ഈ കളികളെല്ലാം കളിക്കുന്നത്. അങ്ങനെ കളിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഈ കളി ഭയങ്കര ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നടന്നിട്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇതിലെല്ലാം ഇഷ്ടപ്പെട്ടത് ഏത് കളി കഴിഞ്ഞാലും അവസാനം ജയിച്ചതെന്നോ തോറ്റതെന്നോ ഇല്ലാതെ ഹഗ് ചെയ്ത് ആ കളിയിൽ നിന്ന് നമ്മൾ അടുത്ത കളിയിലേക്ക് കടക്കുകയാണ് ചെയ്തിട്ടിരുന്നത്. നെക്സ്റ്റ് ലെമൺ ആൻഡ് സ്പൂൺ ആയിരുന്നു. ഇതിലും ഫസ്റ്റ് ഇതിൽ തന്നെ ഞാൻ തോൽവി സമ്മതിച്ചു. ഫസ്റ്റ് വന്നിരിക്കുന്നത് ആ പച്ച കളർ ചുരിദാർ ഇട്ടാണ്. അവർ പറന്നാണ് ഫ്രണ്ട് വരെ എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ട് വന്നതാണോ എന്നൊരു സംശയമുണ്ട്. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നതാണെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് സ്പീഡിലാണ് അവർ ഫിനിഷ് ചെയ്തിട്ടിരുന്നത്. എന്താണെങ്കിലും ജയമോ തോൽവിയോ എന്നൊന്നുമല്ലല്ലോ നമ്മൾ കണക്കാക്കുന്നത്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സന്തോഷിക്കുക, അതാണ് വേണ്ടത്. ഇതിൻ്റെ ഇടയിൽ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ ഫ്രണ്ടിൽ എഴുതിയ ഹാപ്പി ഓണത്തിൽ കൈവച്ചു. അവിടെ പൂക്കളിയായി അവസാനം. ജെൻസിൻ്റെ ലെമൺ ആൻഡ് സ്പൂണിൽ ഇച്ചായന് ഫസ്റ്റ് കിട്ടി. അത് ഞാൻ സന്തോഷത്തോടു കൂടി ഇവിടെ ഞാൻ പറയുകയാണ്. എനിക്ക് കിട്ടിയില്ലെങ്കിലും ഇച്ചായന് കിട്ടിയല്ലോ, വീട്ടിലേക്കൊരു സമ്മാനം എത്തിയല്ലോ. ഇതാണ് ലെമൺ ആൻഡ് സ്പൂണിൻ്റെ ഫൈനല്. നെക്സ്റ്റ് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ കുട്ടികളുടെ കോമ്പറ്റീഷനാണ്. കുപ്പിയിലല്ല, ഗ്ലാസ്സിലാണ് വെള്ളം നിറയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നത്. ഭയങ്കര ഹരവായിട്ടുള്ളൊരു കോമ്പറ്റീഷനായിരുന്നു. കുട്ടികളത് അടിപൊളിയായിട്ട് ചെയ്യുക തന്നെ ചെയ്ത്. ആദ്യം കുട്ടികൾ ഓടിക്കൊണ്ടുവന്ന് നിറയ്ക്കുമായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു പതിയെ വാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പതിയെ കൊണ്ട് നിറച്ചു. നെക്സ്റ്റ് കപ്പിൾസിൻ്റെ പ്രോഗ്രാം ആയിരുന്നു. സൂചിയിൽ നൂല് കോർക്കലായിരുന്നു. ഇച്ചായൻ ഓടിക്കൊണ്ടുവന്ന് നൂല് കോർക്കാനായിട്ട് എൻ്റെ കൊണ്ടു തന്നു. പക്ഷേ എനിക്കങ്ങോട്ട് കൃത്യമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല. ഇതിലും ഞാൻ തോൽവി സമ്മതിച്ചു. ഞാനാണ് ഇരുട്ടത്ത് ബാക്കിയുള്ളവർ പെട്ടെന്ന് സൂചിയിൽ നൂല് കോർത്തതെന്ന് എനിക്കറിയത്തില്ല. ഓൾറെഡി കോർത്ത് നല്ല പരിചയമുള്ളവരായിരിക്കും എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. അങ്ങനെ കപ്പിൾ ഗെയിമായ സൂചിയിൽ നൂല് കോർക്കലിൻ്റെ ഫൈനൽ ഗെയിമിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനു മുമ്പായിട്ട് ഒരു ഗസ്റ്റ് വന്നതുകൊണ്ട് നമ്മൾ വീണ്ടും തിരുവാതിര കളിച്ചു. ഗസ്റ്റിനെ സ്വാഗതം ചെയ്തു. ഇതിനു ശേഷം നമുക്കെല്ലാവർക്കും ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് ബിരിയാണിയും വെജുകാർക്ക് പനീർ മട്ടറും
നോൺ വെജുകാർക്ക് ചിക്കനുമായിരുന്നു. അങ്ങനെ സന്തോഷകരമായ ഒരു ഓണം സെലിബ്രേഷന് തിരശീല ഇടാറായി. ഇതിനു ശേഷം സമ്മാനദാനവും പിന്നെ വടംവലിയും പിന്നെ ഒരു ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടുത്ത വ്ലോഗിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.